രാം നാരായൺ രാം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും, മനുഷ്യൻ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ ഉടൻ തന്നെ അത് ഒരു വലിയ ഉപകാരം ചെയ്തതായി കാണിക്കുന്നു. ആരെങ്കിലും മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ പിന്നീട് അത് തിരികെ ചോദിക്കാനും സാധ്യതയുണ്ട്. ഇത് ചെയ്യുമ്പോൾ അവൻ ഒരിക്കലും ആലോചിക്കാറില്ല അവൻ്റെ സ്വന്തമായത് എന്താണ്, അവൻ തൻ്റെ കൂടെ എന്തു കൊണ്ടുവന്നു, അവൻ എന്തു കൊണ്ടുവന്നില്ല. എല്ലാം ബ്രഹ്മാണ്ഡം, ആകാശം, പ്രകൃതി എന്നിവയിലൂടെ ലഭിച്ചതാണ്. അവൻ്റെ സ്വന്തം എന്താണ്, അവൻ എന്തിന് മറ്റൊരാൾക്ക് നൽകിയിട്ട് അത് തിരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഉപകാരത്തിൻ്റെ പേരിൽ പരസ്യമായി പറഞ്ഞു നടക്കുന്നു. പ്രകൃതി നമുക്ക് എല്ലാം നൽകിയിരിക്കുന്നു, എന്നാൽ പ്രകൃതി നമ്മിൽ നിന്ന് എന്തെങ്കിലും തിരികെ ചോദിക്കുന്നുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവ നമ്മെ നിലനിൽക്കാൻ എല്ലാം നൽകുന്നു. അവ തങ്ങളുടെ നൽകലിൻ്റെ പേരിൽ ഉപകാരമെന്നോ തിരിച്ചടി ആവശ്യപ്പെടുന്നതെന്നോ കാണിക്കുന്നുണ്ടോ? ഭൂമി നമ്മുടെ അമ്മയാണ്, സൂര്യൻ നമ്മുടെ പിതാവാണ്. അവൻ നമ്മെ ഊർജവും ശക്തിയും നൽകുന്നു. മനുഷ്യൻ്റെ ഈ പെരുമാറ്റമാണ് വ്യത്യാസങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും ഇടയാക്കുന്നത്. മറ്റൊരാളെ അകറ്റി കൂട്ടായ്മ ഇല്ലാതാക്കുന്നു. എന്നാൽ നമുക്ക് ആകാശവും പ്രകൃതിയും നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സൂര്യൻ ഒരിക്കലും പറയുന്നില്ല, ഞാൻ എൻ്റെ പ്രകാശം ഈ ജാതിക്കാണ് നൽകുന്നത്, ഈ മതക്കാർക്ക് നൽകുന്നതല്ല എന്നത്. ആകാശം ഒരിക്കലും പറയുന്നില്ല, ഞാൻ ജീവിതം ഒരാളെ നൽകുന്നില്ല എന്നത്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒരിക്കലും പറയുന്നില്ല, ഞങ്ങൾ ഊർജം നൽകുന്നില്ല എന്നത്. ഇതാണ് മനുഷ്യൻ മാത്രം പ്രചരിപ്പിക്കുന്ന വ്യവഹാരങ്ങൾ. നമുക്ക് എല്ലാവർക്കും സൂര്യനും ആകാശവും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അനുഗമിക്കാൻ ശ്രമിക്കണം. അവരെ മാതൃകയാക്കണം, അവരുടേതുപോലുള്ള പെരുമാറ്റം നേടണം. അങ്ങനെ മാത്രം ഭൂമിയിലെ മനുഷ്യരിൽ സ്നേഹവും ഐക്യവും വളർന്നുവരാം. ഇന്ന് ഭൂമിയിൽ മതത്തിൻ്റെ ചില നേതാക്കൾ ജാതി, മതം, കർമ്മം എന്നിവയെ അടിസ്ഥാനമാക്കി ആളുകളിൽ ഭയം പടർത്തി. ഇത് ചെയ്യാതെ പോകുകയാണെങ്കിൽ നിങ്ങൾ ദുരന്തത്തിനിരയാകും എന്ന ഭയം. ഈ ഭയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ലോകം ജീവിക്കാൻ പ്രേരിതമാകുന്നത്. ചിലരുടെ മനസ്സിൽ ഈ ആശയങ്ങൾ വളരെ ശക്തമായി കുടികൊണ്ടിട്ടുണ്ട്. നാം ക്ഷേത്രത്തിലേക്ക് പോകാത്ത പക്ഷം ദോഷമുണ്ടാകും. ഈ ആശയങ്ങൾ സമൂഹത്തിലെ ചിലരെ അവരായിട്ടാണ് ജനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ സത്യം പറയേണ്ട സമയം എത്തിരും. ഏറ്റവും വലിയ സത്യം ഇതാണ്, ഇന്ന് നമുക്ക് എന്ത് ലഭിച്ചാലും അത് എല്ലാം ആകാശത്തും പ്രകൃതിയിലും നിന്നാണ്. മനുഷ്യനിർമ്മിത ഭയങ്ങൾക്ക് നമുക്ക് വഴങ്ങേണ്ടതില്ല. നമ്മിൽ ആത്മചിന്ത, അന്തർചിന്ത, മനസ്സിൻ്റെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും നിങ്ങളുടെ വിവേകം നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. അതിനാൽ എപ്പോഴും നിങ്ങളുടെ വിവേകത്തെ വിശ്വസിക്കുക. ഇന്നത്തെ ലോകത്തിൽ എല്ലാ മനുഷ്യരും സുഖത്തിനായുള്ള തിരച്ചിലിലാണ്, ശാന്തി അന്വേഷിക്കുന്നു. എന്നാൽ നിങ്ങൾ മറക്കുന്നു, ഈ സുഖവും ശാന്തിയും നിങ്ങൾക്കുള്ളിൽ തന്നെ. നിങ്ങൾ രാം നാരായൺ രാം എന്ന പവിത്രമായ പേരിൽ ചേരാൻ തയ്യാറായാൽ മാത്രം. രാം നാരായൺ രാം സർവവ്യാപിയായതാണ്. ഈ മഹത്തായ നാമം നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. നമ്മുടെ മനസ്സിൽ നിന്നുള്ള എല്ലാ ഭയങ്ങളും ഇല്ലാതാക്കും. സമാധാനവും സമൃദ്ധിയും നമുക്ക് ലഭിക്കും. രാം നാരായൺ രാം തന്നെ ജീവിതത്തിൻ്റെ സ്രോതസ്സാണ്. നിങ്ങളും ഈ പേരിൻ്റെ ജപം ചെയ്യുക, അതിൻ്റെ അത്ഭുതഫലങ്ങൾ അനുഭവിക്കുക.